ഈ ജീവിതത്തിന് വലിയ അർത്ഥമുണ്ട് അല്ലേ? ഈ നമ്മളെ ജീവിതത്തിൽ ബാധിക്കുന്ന ചെറിയ പ്രയാസങ്ങൾക്കൊക്കെ വലിയ ലോജിക്കുണ്ട്, നമുക്ക് മനസ്സിലാകാത്ത വലിയ ഹിക്മത്തുകളുണ്ട്. അത് തിരിച്ചറിയുക എന്നുള്ളതാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ജീവിതയാത്രയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് തിരിച്ചറിയാൻ നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ജീവിതം വല്ലാത്ത നഷ്ടത്തിലായിരിക്കും കലാശിക്കുക. ഇപ്പോൾ ചെറിയ ചെറിയ പ്രയാസങ്ങൾ വരുമ്പോൾ അത് വലിയ മാനസിക സംഘർഷത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നത് ഈ ഒരു ഡയമെൻഷനിൽ നമ്മൾ കാര്യങ്ങൾ ചിന്തിക്കാതെ പോകുന്നത് കൊണ്ടാണ് അല്ലേ? നമ്മൾ വിജയമായി കാണുന്ന ചെറിയൊരു സാമ്പത്തിക പ്രയാസം ഉണ്ടായി, ബിസിനസ്സിൽ ചെറിയ പ്രയാസം ഉണ്ടായി, അടിക്കടിക്ക് പരീക്ഷണങ്ങൾ വന്നു അല്ലെ? ആളുകൾ പലപ്പോഴും അതാ പറയാം. ഇപ്പോൾ കഴിഞ്ഞൊരു ദിവസം ഒരു ഉമ്മ കാണിക്കാൻ വന്നിട്ട് പറഞ്ഞാണ്, എന്താണ് ഒരു പേപ്പർ എടുത്ത് എനിക്ക് കാണിച്ചു തന്നു. തൻ്റെ മകൻ്റെ വികലാംഗ സർട്ടിഫിക്കറ്റാണ്. അതായത് 19 വയസ്സിൽ വിദേശത്തേക്ക് പോയി ജോലി ചെയ്ത് പെങ്ങന്മാരെയൊക്കെ കെട്ടിച്ച് വലിയ സമ്പാദ്യങ്ങൾ ഉണ്ടാക്കി വീടൊക്കെ വെച്ച് നല്ലൊരവസ്ഥയിലായിരുന്ന എൻ്റെ മകൻ 30 വയസ്സായപ്പം എന്ത് ചെയ്തു? കാഴ്ച നഷ്ടപ്പെട്ടു. ഒരു ദിവസം രാവിലെ എണീക്കുമ്പോൾ കണ്ണ് കാണുന്നില്ല. അങ്ങനെ അവനുണ്ടാക്കിയ സമ്പാദ്യങ്ങൾ മുഴുവനും അവൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി ചെലവഴിച്ചു. ഇപ്പോഴും അവൻ അന്ധനായി വീട്ടിൽ ജോലിയൊക്കെ നഷ്ടപ്പെട്ട് വീട്ടിലിരിക്കുകയാണ്. എൻ്റെ മോൻ എന്ത് തെറ്റാണ് ചെയ്തത്? ഒരാളെപ്പോലും ഇന്നേ വരെ ഉപദ്രവിച്ചിട്ടില്ല എന്നാണ്. എന്തൊരു പ്രയാസമുണ്ടായ ആളുകൾ വന്നാലും അവനെക്കൊണ്ട് കഴിയുന്നത് അവൻ ചെയ്യുമെന്നാണ്. ഒരു സിഗരറ്റ് പോലും എൻ്റെ മകൻ ഇതേവരെ വലിച്ചിട്ടില്ല എന്നാണ്. അത്രയും നല്ലൊരു കുട്ടിയാണ് എൻ്റെ മോൻ. എന്താണ് എൻ്റെ മോനോട്, എന്താണ് പടച്ചോന് അവനോട് ഇങ്ങനെ ചെയ്തത് എന്നാണ് ഉമ്മ ചോദിക്കുന്നത്. സഹോദരൻ, ആ ചോദ്യം ചോദിക്കണം എന്താണ്? ഈ ഒരു അറിവില്ലാത്തത് കൊണ്ടാണ്. ഈ ജീവിതം എന്നത് ഒരു പരീക്ഷണം മാത്രമാണ് എന്ന ഏറ്റവും വലിയ തിരിച്ചറിവ്. അതാണ് പ്രവാചകന്മാർ പഠിപ്പിച്ചത്, അതാണ് വേദഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുന്നത്. ഇത് ദുനിയാവാണ്. ഇവിടെ നമ്മൾ സന്തോഷിക്കാൻ വന്നവരല്ല. ഇവിടെ പരീക്ഷണങ്ങൾ ഉണ്ടാകും, ഇവിടെ പ്രയാസങ്ങൾ ഉണ്ടാകും. അതിലൊക്കെ അള്ളാഹു വലിയ പ്രതിഫലം നൽകും. ഒരു മുസ്ലിമിന്റെ കാര്യം അത്ഭുതമാണ്. അജബല്ലി അംറിൽ മുഅ്മിൻ, മുഅ്മിനിന്റെ കാര്യം എന്തൊരു അത്ഭുതമാണെന്ന് അള്ളാഹു പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു. എന്താണ്? അവന് ചെറിയ പ്രയാസം ഉണ്ടായാൽ, ഒരു ഹൈർ അവനുണ്ടായാൽ അവൻ അള്ളാഹുവിന് നന്ദി കാണിക്കുന്നതാണ് അല്ലേ? നമ്മൾ ചെറിയൊരു സന്തോഷം ഉണ്ടായാൽ അള്ളാഹുവിന് നന്ദി കാണിക്കും. അപ്പോൾ അള്ളാഹു അവനെന്ത് ചെയ്യും? അവന് അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിച്ചു കൊടുക്കും. ഒരു ചെറിയ പ്രയാസം ഉണ്ടായാലോ അവൻ ക്ഷമിക്കും, അപ്പോഴും അവൻ അള്ളാഹു പ്രതിഫലം നൽകും. ഇപ്പം രണ്ടാണെങ്കിലും ഒരു വിശ്വാസിക്ക് ഹൈറാണ്. പക്ഷെ എന്ത് വേണം? ആ ഹൈറിനെയും ഷെറിനെയും, ഖൈർ വരുമ്പോൾ നന്ദി കാണിക്കാനും ഷെർ വരുമ്പോൾ അതിൽ ക്ഷമിച്ചുകൊണ്ട് ഇത് അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ്, അതിൽ ഞാൻ ക്ഷമിക്കണം, ഇതെൻ്റെ റബ്ബനോട് സ്നേഹമുള്ളത് കൊണ്ടാണ്. കാരണം അങ്ങനെ വിശ്വസിക്കാൻ സാധിക്കണമെങ്കിൽ സഹോദരങ്ങളെ, നമ്മൾ അള്ളാഹുവിൻ്റെ സ്നേഹം കിട്ടുന്നത്, അള്ളാഹുവിൻ്റെ സ്നേഹം കിട്ടുക, അള്ളാഹു കൂടുതൽ പരീക്ഷിക്കുക, അള്ളാഹു സ്നേഹിക്കുന്നവരെയാണ്. അതാണ് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. അതാണ് അമ്പിയാക്കന്മാരാണ് ഏറ്റവും കൂടുതൽ പരീക്ഷണത്തിന് വിധേയരായ ആളുകൾ. നമ്മളൊരു പ്രയാസം വരുമ്പോൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ പോയിന്റ് അതാണ്. കാരണം ഏറ്റവും കൂടുതൽ ചരിത്രത്തിൽ പരീക്ഷിക്കപ്പെട്ടത് അമ്പിയാക്കന്മാരാണ്. ഓരോ പ്രവാചകന്മാരും, ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലെ, നൂഹ് നബി അലൈഹിസ്സലാം, എല്ലാ തരത്തിലും ഫാമിലിയായിട്ടും എല്ലാ തരത്തിലും അവർ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ പരീക്ഷണത്തിന് വിധേയനായത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആലോചിച്ചാൽ മതി, ശരിക്കും ആരാണ് ഏറ്റവും അഷ്റഫുൽ ഖൽഖ് എന്ന് നമ്മൾ പറയുന്ന പ്രവാചകന്മാരിൽ ഏറ്റവും ഉന്നതനായ, സകല മനുഷ്യരിൽ ഏറ്റവും ഉന്നതനായ ആ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധികളിലൂടെ കടന്നു പോയിട്ടുണ്ട് അല്ലേ? ആ വഹി മുതൽ ആ ജീവിതം നമ്മൾ ഇങ്ങോട്ട് പരിശോധിച്ചാൽ മനസ്സിലാക്കും. ജനനം മുതൽ യതീമായി ജനിക്കുന്നത്, മാതാവ് നഷ്ടപ്പെടുന്നത്, പിതാവ് നഷ്ടപ്പെട്ടത് അല്ലേ, ആ പിതാമഹൻ നഷ്ടപ്പെടുന്നത്, അതേപോലെ തന്നെ ആ തൗഹീദ് പറയുന്നതോടുകൂടി കുടുംബത്തിൽ ഒറ്റപ്പെടുന്നത് അല്ലേ, നാട്ടിൽ ഒറ്റപ്പെടുന്നത്, പുറത്താക്കപ്പെടുന്നത്, പെൺകുട്ടികളെ മൊഴി ചൊല്ലി ഡൈവോഴ്സ് ചെയ്ത് വീട്ടിൽ കൊണ്ടാക്കി. നിങ്ങൾ ആലോചിച്ച് നോക്കി, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിൻ്റെ പേരിൽ നേരത്തെ നടന്ന കല്യാണത്തിൽ ആ 2 പെൺകുട്ടികളെയും ഭർത്താക്കന്മാർ മൊഴി ചൊല്ലി വീട്ടിൽ കൊണ്ട് ഡൈവോഴ്സ് ആക്കി ഇരുത്തുക. നമുക്ക് ആലോചിക്കാൻ പറ്റുമോ? ജനിക്കുന്ന ആൺകുട്ടികൾ മുഴുവൻ മരിച്ചു പോവുക, ജനങ്ങൾ പരിഹസിക്കുക അല്ലേ, വാലറ്റവനാണ്, ആൺകുട്ടികളൊക്കെ മരിച്ചു പോവാണ്, അനന്തരാവകാശികളില്ലാത്തവനാണ്, വാലറ്റവനാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ആ വാലറ്റവൻ എന്ന് പറഞ്ഞ് കളിയാക്കിയ ആളുകൾ എവിടെയെങ്കിലും ചരിത്രത്തിൽ നിന്ന് സ്മരിക്കപ്പെടുന്നുണ്ടോ?
പക്ഷേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഭൂമി ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഓരോ സെക്കൻഡും ഇവിടെ സ്മരിക്കപ്പെടുകയാണ്, ഇവിടെ അനുധാവനം ചെയ്യപ്പെടുകയാണ്. ഓരോ മനുഷ്യന്റെ മനസ്സിലും അങ്ങേയറ്റത്തെ സ്നേഹത്തോടു കൂടി ആളുകൾ സ്നേഹിക്കുകയും ആളുകൾ ഫോളോ ചെയ്യുകയും ആളുകൾ പേരുച്ചരിക്കുകയും സലാത്ത് ചെല്ലുകയും അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പ്രഖ്യാപിക്കുകയും വിളിച്ചു പറയുകയും ലോകത്തിന്റെ ഓരോ സെക്കൻഡിലും ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ വാലറ്റവൻ എന്ന് പറഞ്ഞ് പരിഹസിച്ച ആളുകൾ ഇന്ന് എവിടെയാണ് സഹോദരങ്ങളെ? അപ്പം അതുകൊണ്ട് ഇതിന് വലിയൊരു യുക്തിയുണ്ട് അല്ലേ? അപ്പം ഏറ്റവും കൂടുതൽ പ്രയാസങ്ങളിലൂടെ കടന്നുപോയ അമ്പിയാക്കന്മാർ. അപ്പോൾ പ്രയാസങ്ങൾ വരിക എന്നത് എന്തല്ല? ജീവിതത്തിൽ പരാജയപ്പെടലല്ല, അള്ളാഹുവിൻ്റെ കോപമല്ല, അത് അള്ളാഹുവിൻ്റെ ഇഷ്ടമാണ് എന്ന് തിരിച്ചറിയാൻ ഒരു പരീക്ഷണം അത് പരാജയമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എപ്പോഴാ വെച്ചാൽ ആ പരീക്ഷണത്തിലൂടെ നമ്മൾ അള്ളാഹുവിൽ നിന്ന് അകന്നിട്ടുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ പരാജയം. ആ പരീക്ഷണത്തിൽ നമ്മൾ പരാജയപ്പെട്ടു എന്നതിൻ്റെ അടയാളം അതാണ്. എന്ത്? ആ പരീക്ഷണത്തിന് ശേഷം നമ്മൾ അള്ളാഹുമായിട്ടുള്ള ബന്ധം മോശമായിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇബാദത്തുകളിൽ വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ, നമ്മൾ അള്ളാഹുവുമായി അകന്നിട്ടുണ്ടെങ്കിൽ, അള്ളാഹുവിനെ പറ്റി മോശമായൊരു വിചാരത്തിലാണ് നമ്മൾ ചെന്നെത്തിയിരിക്കുന്നതെങ്കിൽ ആ പരീക്ഷണം ഒരു പരാജയമാണ് എന്ന് മനസ്സിലാക്കണം. നേരെ മറിച്ച് ഓരോ പരീക്ഷണം വരുമ്പോഴും നമ്മൾ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുകയും കൂടുതൽ ഇബാദത്ത് ചെയ്യുകയും കൂടുതൽ അള്ളാഹുവിനെ ഓർക്കുകയും കൂടുതൽ അള്ളാഹുവിനെ സ്നേഹിക്കുകയും അള്ളാഹുമായുള്ള കണക്ടിവിറ്റി, ആ കണക്ഷൻ സ്ട്രോങ് ആവുകയും ചെയ്യുകയാണ് സംഭവിച്ചിട്ടുള്ളത് എങ്കിൽ ആ പരീക്ഷണത്തിൽ നമ്മൾ വിജയിച്ചു എന്നതിൻ്റെ അടയാളമാണത്. അപ്പം അതുകൊണ്ട് ആ ജീവിതത്തെപ്പറ്റി അങ്ങനെ വ്യക്തമായ ഒരു കാഴ്ചപ്പാട് നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലും അത് വലിയ പരാജയത്തിലാണ് നമ്മൾ എത്തിപ്പെടുക. അപ്പോൾ ഇവിടെയൊക്കെ മെയിൻ റോളുള്ളത് നമ്മുടെ ആറ്റിറ്റ്യൂഡിനാണ്, നമ്മുടെ ഹൃദയത്തിനാണ്, നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നിടത്താണ്. അപ്പം അതുകൊണ്ട് ഈ ഓരോ കാര്യത്തെയും നമ്മൾ നോക്കിക്കാണുന്ന ആ ഡയമെൻഷൻ, ആ ആറ്റിറ്റ്യൂഡ് അത് മാറണമെങ്കിൽ സഹോദരങ്ങളെ നമുക്ക് ഇങ്ങനത്തെ ചില ഉൾക്കാഴ്ചകൾ വേണം, കാഴ്ചപ്പാടുകൾ വേണം അല്ലേ? ഈ ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ട്, മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്, ഇത് പരീക്ഷണമാണ്, ഞാനിവിടെ ക്ഷമിച്ചാൽ എനിക്ക് പ്രതിഫലം കിട്ടുമെന്നുള്ളത്. അപ്പം അതുകൊണ്ട് ആ കൃത്യമായി മനസ്സിൻ്റെ ആ ഹൃദയത്തിൻ്റെ അസുഖങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷകെട്ടാൻ അതിനാണ് യാ അയ്യുഹന്നാസ് ഖദ് ജാഅതുകും മൗഇളതും മിർ റബ്ബികും വശിഫാഉൻ ലിമാ ഫിസ്സുദൂർ വഹുദം വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. അല്ലേ? മനസ്സുകൾ അതാണ് നിങ്ങളുടെ മനസ്സുകളിലുള്ള രോഗത്തിന് ശമനം, ഹൃദയത്തിൻ്റെ അസുഖത്തിനുള്ള ശമനമാണ് വിശുദ്ധ ഖുർആൻ, ഈ വഹി എന്നുള്ളത്. അപ്പോൾ ആ വഹി കൃത്യമായിട്ട് പഠിക്കാനും മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കാനും നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ ഈ മനസ്സിൻ്റെ അസുഖങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അതിന് നമുക്ക് ഏക മാർഗം എന്താണ്? ഈ ദീന് പഠിക്കുക എന്നതാണ്. അള്ളാഹു അറിയിച്ചു തന്ന ഈ വഹിയാകുന്ന വിശുദ്ധ ഖുർആനും ഹദീസും പഠിക്കാൻ നമ്മൾ തയ്യാറാകുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ദുനിയാവിൻ്റെ കാര്യത്തിൽ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് ഈ ദുനിയാവ് എന്നത് വളരെ നമ്മളെ വഞ്ചിക്കുന്ന ഒരു വഞ്ചനാചരക്കാണ്. ദുനിയാവിന് എന്തെങ്കിലും ഒരു പ്രാധാന്യം അള്ളാഹു നൽകിയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂല് പട്ടിണി കിടക്കുമായിരുന്നില്ല. ഇതിന് പ്രാധാന്യം തീരില്ല എന്നല്ലേ പറഞ്ഞത്. ദുനിയാവിലും ആഖിറത്തിലും ഹസനത്ത് ചോദിക്കാനും ആണ് അള്ളാഹു നമ്മളോട് പഠിപ്പിച്ചിട്ടുള്ളത്. പക്ഷെ എന്താ വെച്ചാൽ ആഖിറത്തിനെ മറന്നുകൊണ്ട് അല്ലേ, മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്നത് മറന്നുകൊണ്ട് നമ്മൾ ഈ ജീവിതത്തിൻ്റെ കൃത്യമായ ലക്ഷ്യം എന്താണ് എന്ന് മറന്നുകൊണ്ട് നമ്മൾ ദുനിയാവിനെ സമീപിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. ദുനിയാവ് ഖൈറാണ്. ദുനിയാവ് എത്രത്തോളം നമ്മൾ മൻകാനത്തി ദുനിയ ഹമ്മഹു ഫറഖല്ലാഹു അലൈഹി അംറഹു വജഅല ഫഖറഹു ബൈന ഐനൈ വലം യഅതിഹി മിന ദുനിയ ഇല്ലാ മാ കുതിബ ലഹു വമൻ കാനത്തിൽ ആഖിറതു നിയതഹു ജമഅല്ലാഹു ലഹു അംറഹു വജഅല ഖിനാഹു ഫീ ഖൽബിഹി വഅതതുഹു ദുനിയ വഹിയ റാഹിമ. ഇന്ന് ഇബ്നു മാജ ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ്. നമ്മൾ വളരെയധികം മനസ്സിലാക്കേണ്ട ഒരു ഹദീസാണത്. കാരണം നമ്മൾ ദുനിയാവിനാണ് ജീവിതത്തിൽ പ്രാധാന്യം നൽകുന്നതെങ്കിൽ അള്ളാഹു ദാരിദ്ര്യം നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ഇട്ട് തരുമെന്നാണ്, നമ്മുടെ മുമ്പിൽ ഇങ്ങനെ കാണിച്ചു തരുന്നതാണ്. നമ്മളെ കാര്യങ്ങളൊക്കെ അള്ളാഹു ഛിന്ന ഭിന്നമാക്കി കളയുമെന്നാണ്. എന്നാലോ നേരെ മറിച്ച് നമ്മൾ ആഖിറത്തിനാണ് നമ്മളെ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ എന്നുണ്ടെങ്കിൽ നമുക്ക് അള്ളാഹു ചോദിക്കാതെ തന്നെ അള്ളാഹു ദുനിയാവ് നൽകുമെന്നാണ്. ദുനിയാവ് കാര്യങ്ങളൊക്കെ അള്ളാഹു എളുപ്പമാക്കും. മനസ്സിന് അള്ളാഹു ധന്യത നൽകും. ആ ഹിനൻ നഫ്സ് ശരിക്കും ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഈ ഇന്നത്തെ കാലത്ത് നിലനിന്ന് പോകാൻ, ഏത് പ്രയാസങ്ങളിലും നിലനിന്ന് പോകാൻ ആവശ്യമായത് ആ ഹിനൻ നഫ്സാണ്.
അല്ലേ? മനസ്സിൻ്റെ ധന്യത എന്നതാണ്. അത് കിട്ടണമെങ്കിൽ എന്താണ്? അത് അള്ളാഹുവിൻ്റെ വലിയൊരു തൗഫീഖാണ്. അത് ആർക്കാണ് കിട്ടുക? ഈ കൃത്യമായിട്ട് ഈ ആശയം, ഈ വഹി കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അതിനെ അങ്ങനെ സമീപിക്കുകയും ചെയ്യുന്ന ആളുകൾക്കാണ് സത്യത്തിൽ അള്ളാഹു അതിനുള്ള തൗഫീഖ് കൊടുക്കുക. അപ്പോൾ അതുകൊണ്ട് എന്താണ്, നമ്മൾ കൃത്യമായിട്ട് ദീൻ പഠിക്കാനും ഈ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന മഹിതമായ ആദർശം, തൗഹീദ്, അല്ലേ? തൗഹീദ്, അള്ളാഹു മാത്രമാണ് ആരാധനക്കർഹൻ എന്ന തൗഹീദ്. ഇപ്പോൾ അള്ളാഹുവെ കൂടാതെ ആരാധനക്കർഹനായ മറ്റൊരു ശക്തിയുമില്ല. ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയ യാതൊരു ശക്തിയും ആരാധനക്കർഹനല്ല എന്ന ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ ആ തൗഹീദ് ഇല്ലെങ്കിൽ സഹോദരങ്ങളെ, നമ്മൾ ദീന് മനസ്സിലാക്കുന്നിടത്ത് നമ്മൾ മിസ്റ്റേക്ക് സംഭവിച്ചാൽ വലിയ നഷ്ടമായിരിക്കും. കാരണം ഇപ്പോൾ ചില ആളുകൾ പറയണത്, ചില നന്മ ചെയ്താൽ സ്വർഗത്ത് പോകുന്നു, നന്മ ചെയ്താൽ സ്വർഗത്ത് പോകും. അതെങ്ങനെ സഹോദരങ്ങളെ? നന്മ ചെയ്തു എന്നതുകൊണ്ട് മാത്രം ഒരാൾ സ്വർഗത്തിൽ പോവില്ല. സ്വർഗമെന്നുള്ളത് അള്ളാഹു അത് കൃത്യമായിട്ട് തൗഹീദുൽ ഉലൂഹിയത്ത്, തൗഹീദു അസ്മാഉ സിഫത്തും കൃത്യമായി വിശ്വസിച്ച ആളുകൾക്ക് മാത്രമേ അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ഈ തൗഹീദിലും റിസാലത്തിലും ആഖിറത്തിലും വിശ്വസിച്ച ആളുകൾക്ക് മാത്രമേ സ്വർഗത്തിൽ പോകാൻ സാധിക്കുള്ളൂ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ റസൂലായിട്ട് അനുധാവനം ചെയ്ത് അന്ത്യപ്രവാചകനായി അംഗീകരിച്ച ആളുകൾക്ക് മാത്രമേ സ്വർഗത്തിൽ പോകാൻ സാധിക്കുള്ളൂ. അതാരെന്തൊക്കെ പറഞ്ഞാലും അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മളെ മനസ്സിന് സംശയം ഉണ്ടാക്കാൻ പറ്റില്ല. അതൊക്കെ നമ്മൾ യക്കീനായിട്ട് നമുക്ക് ബോധ്യപ്പെടേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, ദീനിയായ കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പഠിക്കാനും മനസ്സിലാക്കാനും ശ്രമിക്കണം. പിന്നെ അതേപോലെ തന്നെ നമ്മളെ മനസ്സിന് സന്തോഷം കിട്ടാം, നല്ലൊരു ജീവിതം ഈ ദുനിയാവിൽ കിട്ടുക എന്നുള്ളത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് വിശുദ്ധ ഖുർആൻ, ഈ വഹിയാകുന്ന ഖുർആൻ പഠിക്കലും അത് തദബ്ബുർ ചെയ്യലുമാണ്. തദബ്ബുറുൽ ഖുർആൻ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ അള്ളാഹുവിൻ്റെ ഈ വഹി പഠിക്കാനും മനസ്സിലാക്കാനും ഖുർആനോട് അങ്ങനത്തെ ഒരു സമീപനം നമ്മൾക്കുണ്ടാകണം, അല്ലേ? ഖുർആൻ പഠിക്കുക, അത് മനസ്സിലാക്കുക, അത് ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കുക എന്നതിന് നമ്മൾ വളരെയധികം സമയവും എഫർട്ടും അതിന് കൊടുക്കണം. ഓരോ സഹാബത്തും, ഇവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും ഖുർആൻ പഠിക്കാൻ, അല്ല വഹി വന്നു പോകുമ്പോൾ അത് ഹൃദിസ്ഥമാക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വീണ്ടും അതിങ്ങനെ പാരായണം ചെയ്തു നമുക്ക് ഖുർആനിൽ കാണാം. ലാ തുഹർരിക് ബിഹി ലിസാനക്, അല്ലേ? ആയത്താണ്. നബിയെ, താങ്കൾ ഇങ്ങനെ നാവിട്ടടിക്കണ്ട, ഞാൻ നിങ്ങൾക്ക് ഖുർആൻ പഠിപ്പിച്ചു തരാം എന്ന് അള്ളാഹു പറഞ്ഞത് എന്തുകൊണ്ടാണ്? ഒരു വഹി വന്നു പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വലിയ ടെൻഷനാണ്. കാരണം ജിബ്രീൽ പോകുമ്പോഴത്തിന് ഞാനിന്ന് മറന്നു പോകുമോ, സഹാബത്തിന് ഇത് ഓതിക്കൊടുക്കാൻ കിട്ടൂലേ എന്ന് പേടിച്ചിട്ട് ആ ജിബ്രീൽ പഠിപ്പിച്ചെടുത്ത ഓതിക്കൊടുത്ത ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വളരെ പ്രയാസപ്പെട്ട് പാരായണം ചെയ്യുന്നു. അത് കണ്ടിട്ടാണ് ആയത്തിറങ്ങിയത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും ഖുർആൻ പഠിക്കാൻ അത്രയും എഫർട്ട് എടുത്തുകയാണ്. ഖുർആന്റെ വിഷയത്തിൽ നബി അത്രയും ടെൻഷൻ അടിച്ചിരുന്നു എന്നാണ്. അപ്പോൾ അതുകൊണ്ട് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ എന്താണ്? ഓരോ ആയത്തും എപ്പോൾ, എവിടെ, എങ്ങനെ, ആർക്ക്, ഏത് സാഹചര്യത്തിൽ ഇറങ്ങി എന്ന് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ നാവിൻ തുമ്പത്തിൽ നിന്ന് നാവിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, റസൂലിൽ നിന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട് എന്ന് ഇബ്നു മസ്ഊദ് പറയാണ്. എന്തിനെ പറ്റി? ഖുർആനെ പറ്റി. അലിഫ് ലാം മീം എന്ന് തുടങ്ങിയിട്ട് മിനൽ ജിന്നത്തി വന്നാസ് എന്ന് അവസാനിക്കുന്ന ആ വിശുദ്ധ ഖുർആനിൻ്റെ ഓരോ ആയത്തിനെ പറ്റിയാണ് ഇബ്നു മസ്ഊദ് പറയുന്നത്. എന്ത്? ഓരോ ആയത്തും എപ്പോൾ, എവിടെ, ആർക്ക്, ഏത് വിഷയത്തിൽ, ഏത് സന്ദർഭത്തിൽ ഇറങ്ങിയെന്ന് നബിയിൽ നിന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട് എന്ന് ഇബ്നു മസ്ഊദ് പറയുമ്പോൾ ഏതെങ്കിലും ഒരു ചെറിയ സൂറത്തെടുത്തിട്ട് ആ സൂറത്തിൽ 5 ആയത്തിൻ്റെ കാര്യത്തിൽ അതെപ്പോ, ആർക്ക്, എങ്ങനെ, എവിടെ, ഏത് സാഹചര്യത്തിൽ ഇറങ്ങിയെന്ന് എനിക്കറിയാമെന്ന് നമുക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുന്നുണ്ടോ? ഒരു ചെറിയ സൂറത്തിൻ്റെ വിഷയത്തിൽ ഖുർആൻ മുഴുവൻ വേണ്ട. അപ്പോൾ നമ്മൾ ഖുർആനോടുള്ള നമ്മുടെ സമീപനം മാറണം. ഖുർആൻ നമ്മുടെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ മരിക്കുന്ന സന്ദർഭത്തിൽ പോലും അദ്ദേഹത്തിൻ്റെ വിഷമമായിട്ട്, അദ്ദേഹത്തിൻ്റെ ഒരു ദുഃഖമായിട്ട് അദ്ദേഹം ബാക്കി വെച്ചത്, ഞാൻ കുറേ ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്, പക്ഷേ ഖുർആന് വേണ്ട പോലെ സമയം കൊടുത്തിട്ടില്ല എന്നതാണ് മൂപ്പർ അനുഭവിക്കുന്ന ഏറ്റവും വലിയ, മരിക്കുന്ന സമയത്ത് പോലും മൂപ്പർക്കുണ്ടായിരുന്നൊരു വിഷമം. നിങ്ങൾ ആലോചിച്ച് നോക്കി, എത്രത്തോളം ഗ്രന്ഥങ്ങൾ എഴുതി, ഖുർആന് തഫ്സീർ എഴുതി, ഖുർആൻ്റെ ആയത്തുകൾക്ക് വ്യാഖ്യാനം എഴുതിയ ആ മഹാപണ്ഡിതന് പോലും അവസാന കാലഘട്ടത്തിലുണ്ടായ സങ്കടം ഖുർആൻ വേണ്ടത്ര സമയം കൊടുത്തില്ല എന്നുള്ളതാണ്. നമ്മൾ ആലോചിക്കുക, നമ്മൾ ഒരായത്തെങ്കിലും ഒരു ദിവസം പഠിക്കാൻ, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ
ഒരതിൻ്റെ ആശയം മനസ്സിലാക്കാൻ അല്ലേ, ഒരു ഹിഫുദ് കുറച്ച് ഈ കുല്ലല്ലാഹും ആ താഴത്തെ അമ്മജുസിൻ്റെ താഴത്തേക്കുള്ള ചെറിയ ചെറിയ സൂറത്തുകൾ അതുപോലും ആളുകൾ ഓതുന്നില്ല എന്നുള്ളതാണ് നിസ്കാരത്തിൽ. വേം നിസ്കരിച്ചിട്ട് കുല്ലല്ലാഹു ഓതി, എല്ലാം കുല്ലല്ലാഹു, അങ്ങനെ ഒരു 3-4 സൂറത്ത് മാത്രം റിപ്പീറ്റഡ് ആയിട്ടാണ് നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്നത്. ഒരു കുറച്ച് ഒഴിവുള്ളൊരു ദിവസമൊക്കെ, ഒരു ഞായറാഴ്ച അല്ലെങ്കിൽ ഒരു വെക്കേഷൻ, ഒരു ഹോളിഡേ മൂഡിലാണെങ്കിൽ കുറച്ചൊരു സുന്നത്ത് ദീർഘമായി നിസ്കരിച്ചാൽ ഇന്ന് കുറച്ച് ഒരു ആയത്ത് പഠിക്കണം, ഇന്ന് ഏതെങ്കിലും ഒരു സൂറത്ത് എടുത്തിട്ട്, ഇപ്പോൾ സൂറത്തുൽ അഹ്സാബ് അതൊന്നൊന്ന് പഠിക്കണം, അത് മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയാന്ന് പറഞ്ഞാൽ അത് വളരെ പ്രധാനപ്പെട്ടൊരു സംഭവമാണ്. കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നതാണ് ഇതിൻ്റെ അടിസ്ഥാന തത്വം. അപ്പോൾ മുഹമ്മദ് നബിയുടെ ജീവിതം മനസ്സിലാക്കാതെ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് നമുക്ക് ഖുർആൻ മനസ്സിലാക്കുക? അല്ലെ, ഖുർആനിൻ്റെ ഓരോ സൂറത്തും നമ്മൾ പഠിക്കുമ്പോൾ, ഇപ്പോൾ സൂറത്തുൽ അംഫാൽ ബദർ യുദ്ധവുമായി ബന്ധപ്പെട്ട ആയത്തുകളാണ് സൂറത്തു അംഫാലുള്ളത്. അപ്പോൾ ബദർ യുദ്ധത്തിൻ്റെ പശ്ചാത്തലവും ബദർ യുദ്ധത്തിൻ്റെ സാഹചര്യവും ബദർ യുദ്ധവും മനസ്സിലാക്കാത്ത ഒരാൾ എങ്ങനെയാണ് സൂറത്തുൽ അംഫാൽ കോംപ്രിഹെൻഡ് ചെയ്യുക? സൂറത്ത് അംഫാലിലെ ആയത്തുകൾ അത് നൽകുന്ന ഒരു മെസ്സേജ് നമുക്ക് മനസ്സിലാണെങ്കിൽ ബദർ എങ്ങനെ ഉണ്ടായി എന്ന് മനസ്സിലാകണം, ബദറിൽ എന്താണ് നടന്നത് മനസ്സിലാകണം. അതറിയാത്തൊരാൾക്ക് അംഫാലിലെ പല ആയത്തുകളും വഴങ്ങൂല. സൂറത്തു ആൽ ഇംറാൻ അത് ഉഹുദ് യുദ്ധവുമായി ബന്ധപ്പെട്ട ആയത്താണ് അല്ലെ, കുറേ ആയത്തുകൾ ഉഹുദ് യുദ്ധവുമായി ബന്ധപ്പെട്ട് അതിലുണ്ട്. ഉഹുദ് യുദ്ധത്തിൻ്റെ പശ്ചാത്തലവും അവിടെ നടന്ന കാര്യവും മനസ്സിലാക്കാത്തൊരാൾക്ക് ആ ആയത്തുകൾ കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റൂല. സൂറത്തുൽ അഹ്സാബ് ഖന്തക് യുദ്ധവുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ. സൂറത്തു തൗബ ബിസ്മില്ലാത്ത സൂറത്താണ് അല്ലേ. തബൂക്ക് യുദ്ധവുമായി, ഒരു നടക്കാത്ത യുദ്ധമാണ് തബൂക്ക് യുദ്ധം എന്ന് പറഞ്ഞാൽ അല്ലേ. 1 മാസക്കാലത്തെ വഴിദൂരം യാത്ര ചെയ്തുകൊണ്ട് ആ തബൂക്കിലേക്ക് പോകുക എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ പരീക്ഷണം. ഇത് ആ മദീന ഇങ്ങനെ ഈത്തപ്പന വിളഞ്ഞു നിൽക്കുന്ന, പാകമായ ഈത്തപ്പഴങ്ങൾ നിൽക്കുന്ന ആ സന്ദർഭത്തിൽ ഒരു മദീനയിൽ നിന്ന് മാറി നിൽക്കണമെന്ന് ആ കർഷകരായ സഹാബിമാരോട് പറയുമ്പം, ആ ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഒരു വർഷത്തെ അധ്വാനമാണ് ആ വിളവുമ്പോൾ നിൽക്കുന്നത്. ആ സമയത്ത് മദീനയിൽ നിന്ന് മാറണം എന്ന് പറയുമ്പം അത് അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി അവരത് ചെയ്തു എന്നുള്ളതാണ്. ആ ഒരു മാസത്തെ വഴിദൂരത്തിൽ പോയി സഹോദരങ്ങൾ ടൂർ പോകല്ല, 1 മാസം പോയിട്ട് അവിടെ അടിച്ച് കല്യാണത്തിനല്ല പോണ്, നമ്മളങ്ങോട്ട് യുദ്ധത്തിനാണ് പോണത്. ഈ ചൂടത്ത് 1 മാസം യാത്ര ചെയ്ത് യുദ്ധത്തിന് പോവുകയാണ്. അതിന് തയ്യാറായ ആളുകൾ, അതിന് തയ്യാറാകാത്ത ആളുകൾ, മുനാഫിക്കുകൾ അല്ലേ. ആ മദീനയിൽ മുനാഫിക്കുകളുടെ മനസ്സിലിരിപ്പ് അത് അള്ളാഹു സൂറത്ത് തൗബയിലൂടെ പുറത്തു പറയുന്നുണ്ട്. ആ യുദ്ധത്തിന് പോയ ആളുകളുണ്ട്, പോകാതെ മാറി നിന്ന ആളുകളുണ്ട്, പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ട് പോകാൻ പറ്റാത്ത ആളുകളുണ്ട്, പോകാതിരിക്കാൻ നിഫാക്ക് കാണിച്ച് കളവ് പറഞ്ഞ് മാറി നിന്നവരുണ്ട്. ഇവരുടെയൊക്കെ മാനസികാവസ്ഥ അങ്ങനെ ചർച്ച ചെയ്യണ സൂറത്താണ് സൂറത്തു തൗബ. അപ്പോൾ ആ പശ്ചാത്തലം മനസ്സിലാക്കാത്ത ഒരാൾ സൂറത്തു തൗബ ഊതിയാൽ അത് മര്യാദയ്ക്ക് കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റൂല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം അല്ലേ, ഇന്നാ ഫതഹ്നാ ലക ഫതഹം മുബീന എന്ന ആയത്ത് ഏതാണ്? സൂറത്തുൽ ഫതഹ്. ഏതാണ്? എന്തുമായി ബന്ധപ്പെട്ടാണ്? ഹുദൈബിയ സന്ധിയുമായി ബന്ധപ്പെട്ട് ഇറങ്ങിയ സൂറത്താണ് സൂറത്തുൽ ഫതഹ്. ഹുദൈബിയ സന്ധി എന്താണെന്ന് അറിയാത്ത ഒരാൾ എങ്ങനെയാണ് ആയത്ത് മനസ്സിലാക്കുക സഹോദരങ്ങളെ? ഹുദൈബിയ സന്ധി ആലോചിച്ച് നോക്കി. ഹുദൈബിയ സന്ധി നടക്കുമ്പോൾ എന്താണ്? ഹുദൈബിയ സന്ധി നടക്കുന്ന സന്ദർഭത്തിൽ അതൊരു വിജയമാണ് എന്ന് അള്ളാഹു ഖുർആനിൽ പറയുമ്പം അത് ഒരാൾക്ക് കോംപ്രിഹെൻഡ് ചെയ്യാൻ കഴിയില്ല. കാരണം അതൊരു പരാജയമാണ് എന്നാണ് നമുക്ക് തോന്നുക. ആ സന്ധി നടക്കുമ്പം ആ സന്ധിയുടെ ഓരോ കണ്ടീഷൻസും പറയുമ്പം മുസ്ലിങ്ങൾക്ക് വലിയ നാണക്കേടാണ് ഉണ്ടായത് എന്ന് നമുക്ക് ആ സന്ധി വായിക്കും മനസ്സിലാവും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നാണ് ഫസ്റ്റ് അതിൽ അത് എഴുതിയത്. അപ്പോൾ ഖുറൈശികൾ, മക്കാ മുശ്രിക്കുകൾ പറഞ്ഞു, അങ്ങനെ ബിസ്മില്ല എന്ന് എഴുതിയാൽ മതി, റഹ്മാനും റഹീമും വെട്ടണം എന്ന് പറഞ്ഞു. കാരണം റഹ്മാനും റഹീമുമായ ഒരു അള്ളാഹുവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല, അതുകൊണ്ട് ഞങ്ങളത് അംഗീകരിക്കില്ല. അങ്ങനെ റഹ്മാനും റഹീമും വെട്ടി. ഇവിടുന്ന് ആരെങ്കിലും മുസ്ലിമായിട്ട്, അതായത് മുസ്ലിങ്ങളെ കൂട്ടത്തിൽ നിന്ന് മക്കയിൽ നിന്ന് ആരെങ്കിലും മുസ്ലിമായിട്ട് മദീനയിലേക്ക് പോവുകയാണെങ്കിൽ അവർ തിരിച്ചയക്കപ്പെടുന്നതാണ്. അവർ മദീനയ്ക്ക് പോകാൻ പാടില്ല, അവർ ഇവിടെ തന്നെ നിൽക്കണം എന്നാണ്. പിന്നെ അത് എഴുതി അതിൻ്റെ മഷി വച്ചണീൻ്റെ മുമ്പ് ഒരാൾ മുസ്ലിമായിട്ട് ഇങ്ങോട്ട് വരികയാണ്. മുസ്ലിമായിട്ട് പീഡനം സഹിച്ച് മക്കത്ത് നിന്ന് മദീനയ്ക്ക് വരുമ്പം അയാൾ തിരിച്ചയക്കാണ്. എഴുതിയ വാഗ്ദാനം പാലിക്കൽ വിശ്വാസിയുടെ ബാധ്യത നടന്നിട്ട് അയാൾ മക്കയിലേക്ക് തിരിച്ചയക്കപ്പെടുകയാണ്. അപ്പോൾ ഇതൊക്കെ എഴുതി കഴിഞ്ഞിട്ട് ഉമറുല്ലാന് ചോദിച്ചില്ലേ, നമ്മൾ സത്യത്തിൽ നല്ല നബിയെന്ന്, നിങ്ങൾ പ്രവാചകനല്ലേ, നിങ്ങൾ അള്ളാന്റെ റസൂലല്ലേ, നമ്മളെ ദീന് സത്യല്ലേ, എന്തിനാണ് നിന്യത പേർന്ന് ഇതൊക്കെ അംഗീകരിച്ചു കൊടുക്കണമെന്ന് ചോദിച്ച്.
പക്ഷെ അത് അംഗീകരിക്കുകയാണ്. എന്നിട്ടോ ആ സന്ധിനെ പറ്റിയാണ് അള്ളാഹു പറയുന്നത്, ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന, ഒരു വ്യക്തമായ വിജയം ഞാൻ നിങ്ങൾക്ക് നൽകി എന്ന് അള്ളാഹ് പറയാണ്. അത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നൂല വിജയമാണ്, പക്ഷെ ചരിത്രം പഠിക്കുമ്പം ഹുദൈബിയ സന്ധിയാണ് പിന്നുണ്ടായ ഇസ്ലാമിൻ്റെ സ്വാധീനത്തിൻ്റെ അടിസ്ഥാന തറക്കല്ലിടുന്നതായി ഹുദൈബിയ സന്ധിമേലാണ്. കാരണം എന്താണ്, ആ സന്ധിയോടുകൂടി മുസ്ലിങ്ങൾക്ക് എന്ത് വരികയാണ്, ഒരു സ്വാതന്ത്ര്യം, ദഅവത്തിനുള്ളൊരു ഫ്രീഡം വരികയാണ്. അപ്പം അത് വലിയ മാറ്റമാണ് ഉണ്ടാക്കിയത്. പക്ഷേ ആ പശ്ചാത്തലവും ആ ചരിത്രവും അറിയാതെ നമ്മൾ സൂറത്തുൽ ഫത്ഹ് ഓതുമ്പോൾ ആ ഫത്ഹ് എങ്ങനെ നമുക്ക് മനസ്സിലാകുക? അപ്പം അതുകൊണ്ട് പറയാനുള്ളത്, അള്ളാഹിൻ്റെ റസൂലിൻ്റെ ചരിത്രം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത ചരിത്രം നമ്മൾ പഠിക്കണം. നമ്മളെ കുട്ടികളെ പഠിപ്പിക്കണം. ആരാണ് അള്ളാഹുവിൻ്റെ റസൂൽ എന്ന് നമ്മൾ അറിയണം. എത്രത്തോളം അള്ളാഹുവിൻ്റെ റസൂൽ ഈ ദീൻ കൃത്യമായിട്ട് പഠിപ്പിക്കാനും ഈ സഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കാൻ എത്രത്തോളം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ അറിയണം. ആ നബിയുടെ ചരിത്രം വായിക്കുന്ന ഏതൊരാൾക്കും കണ്ണീരുറ്റാതെ നബി ചരിത്രത്തിൻ്റെ ആ പുസ്തകം നമുക്ക് പൂട്ടിയേക്കാൻ പറ്റില്ല. അതിലെ പല പേജുകളിലും നമ്മുടെ കണ്ണീര് വീണ് അത് കുതിർന്നിട്ടുണ്ടാവും. സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാൻ പിന്നെ ആരും നമ്മളെ പഠിപ്പിക്കേണ്ടി വരില്ല. നമ്മളെ നാവിൽ നിന്ന് അങ്ങനെ വന്നു പോകും. ആ പ്രവാചകൻ ആരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ, ഒരു യുദ്ധത്തിൻ്റെ സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു യുദ്ധം കഴിഞ്ഞ് നിൽക്കുന്ന രാത്രിയാണ്. നാളെയും യുദ്ധമുണ്ട്. ഇന്ന് യുദ്ധം അവസാനിക്കുന്നില്ല. മഗ്രിബോട് കൂടി യുദ്ധം നിന്നു. ഇനി നാളെ സുബൈക്ക് ശേഷം വീണ്ടും യുദ്ധം ഉണ്ടാവും. അന്നത്തെ യുദ്ധത്തിൻ്റെ നിയമങ്ങൾ അങ്ങനെയാണ്. മഗ്രിബോട് അവസാനിക്കും, പിന്നെ സൂര്യൻ ഉദിച്ചാൽ വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. രാത്രി യുദ്ധം ഉണ്ടാവില്ല. ഇന്നത്തെ പോലെ മിസൈൽ കൊണ്ട് ഇടാൻ പറ്റൂലല്ലോ. അപ്പോൾ അന്ന് നേരിട്ടുള്ള ഫൈറ്റുകളാണ്. അപ്പോൾ യുദ്ധം അങ്ങനത്തെ യുദ്ധമായതുകൊണ്ട് അത് മഗ്രിബോട് അവസാനിച്ച് പിന്നെ സുബൈക്കാണ് റീസ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ യുദ്ധത്തിൻ്റെ സന്ദർഭത്തിൽ എല്ലാവരും കിടന്നുറങ്ങാണ്, എല്ലാവരും ഉറങ്ങാണ്. അപ്പോൾ ഒരു സഹാബി രാത്രി ഞെട്ടി എണീറ്റു. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ നോക്കുമ്പോൾ ദൂരെ ഒരു വെളിച്ചം കാണുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് പേടിയാകാണ്, ശത്രുക്കൾ ആരെങ്കിലും വരികയാണോ എന്ന്. അങ്ങനെ അദ്ദേഹം ആ വെളിച്ചം കാണുന്നിടത്തേക്ക് നടന്നു പോവുകയാണ്. അങ്ങനെ നടന്ന ആ വെളിച്ചത്തിൻ്റെ അടുത്തെത്തുമ്പം അദ്ദേഹം കാണുന്ന കാഴ്ച എന്താണ്? മൂന്നാളുകൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഈ മൂന്നാളുകൾ അന്നത്തെ യുദ്ധത്തിൽ ഗുരുതരമായി പരിക്കേറ്റൊരു സഹാബി രാത്രി മരണപ്പെട്ടിട്ടുണ്ട്. അവരെ കഫൻ ചെയ്ത് കുളിപ്പിച്ച് മറവെയ്യാണ്. ആരും ഉണർത്താതെ, ബാക്കിയുള്ളവരൊന്നും ബുദ്ധിമുട്ടിക്കാതെ. കാരണം നേരം വെളുത്ത യുദ്ധമാണ്. എല്ലാവരും കൂടി വിളിച്ചുണർത്തിയാൽ പ്രയാസമാവെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ആലോചിക്കും, ഇന്ന് ഏതെങ്കിലും ഒരു നേതാവ് എന്താ ചെയ്യുക? തൻ്റെ അനുയായികളെ കൊണ്ട് AC-യിൽ കടന്നിറങ്ങിയിട്ട് അനുയായികളെ കൊണ്ട് പണിയെടുപ്പിക്കുക ചെയ്യുക. ഇവിടെ തൻ്റെ അനുയായികൾക്കൊരു പ്രയാസമുണ്ടാകരുത് എന്ന് വിചാരിച്ചുകൊണ്ട് ആ അനുയായികൾ അങ്ങേയറ്റം സ്നേഹിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത്രത്തോളം സഹാബികളിൽ സ്വാധീനം ഉണ്ടാക്കാനുള്ള കാരണം അനലൈസ് ചെയ്യുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഓരോ സഹാബിക്കും തോന്നിയ എന്താ അറിയോ, തന്നെയാണ് നബി ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതെന്നാണ്. അത്തരത്തിലൊരു ഫീലിംഗ് ഉണ്ടാക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സാധിച്ചിട്ടുണ്ടെന്നാണ്. അപ്പോൾ അതുകൊണ്ടാണ് സഹോദരങ്ങളെ, ആ പ്രവാചകനെയാണ് നമ്മൾ അനുധാവനം ചെയ്യുന്നത്. ആ പ്രവാചകനെയാണ് നമ്മൾ നേതാവായി സ്വീകരിച്ചത്. ആ പ്രവാചകനെയാണ് നമ്മൾ സ്നേഹിക്കുന്നത്. ഇപ്പോൾ തറാവിയുടെ വിഷയത്തിൽ തറാവി നമസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിൽ വെച്ച് 2 ദിവസം നമസ്കരിച്ചിട്ടുള്ളൂ. 2 ദിവസം നമസ്കരിച്ചു. 3-ാമത്തെ ദിവസം നബി എല്ലാവരും നമസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ ഹാജരായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നില്ല എന്നാണ്. നബി സല്ലല്ലാഹു മദീന പള്ളി കണ്ട ആളുകൾക്കറിയാം മദീന പള്ളി നബിയുടെ വീടും തമ്മിൽ എത്രത്തോളം അടുത്താണ് എന്നുള്ളത്. ഒരു കർട്ടൻ്റെ അപ്പുറത്താണ് നബിൻ്റെ വീട്. എല്ലാവരും പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് നബിനെ കാത്ത്. നബി തറാവിക്ക് വരുമെന്ന് പറഞ്ഞിട്ട്. അന്ന് ഫേസ്ബുക്കും വാട്സപ്പ് ഒന്നുമില്ല. ആളുകൾ ഇന്നലെ നബി രാത്രി ഇഷാക്ക് ശേഷം തറാവി ജമാഅത്തായി പള്ളിയിൽ നമസ്കരിച്ചിട്ടുണ്ട് എന്നുള്ള ന്യൂസ് ആളുകൾ മൗത്ത് ടു ഇയർ സ്പ്രെഡായി. ആ സ്പ്രെഡായത് കാരണം എല്ലാവരും കേട്ടറിഞ്ഞ് വന്നതാണ്. 2-ാമത്തെ ദിവസം കൂടുതൽ ആളുകൾ വന്നു. 3-ാമത്തെ ദിവസം അതിനേക്കാൾ ആളുകൾ കൊണ്ട് പള്ളി നിറഞ്ഞിക്കാണ്. അങ്ങനെ ഇഷാക്ക് ഇരിക്കാൻ തുടങ്ങിയിട്ട് സുബൈ ബാങ്ക് കൊടുത്തു. നബി വന്നില്ല. ഒരാൾ പോയിട്ടും ചോദിച്ചില്ല എന്താ നബി വരുന്നില്ലേന്ന്. ഒരു കർട്ടൻ്റെ അപ്പുറത്താണ്. സുബൈക്ക് നബി പള്ളിക്ക് വരുമ്പോൾ എല്ലാവരും അവിടെ ഇരിക്കുകയാണ്. നിങ്ങളെന്താ എല്ലാവരും കൂടി ഇവിടെ ഇരിക്കണമെന്ന് ചോദിച്ചു. ഞങ്ങൾ തറാവിക്ക് വന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങളെന്താ നിസ്കരിക്കാൻ വരാമെന്ന് ചോദിച്ചു. അത് നിങ്ങളെല്ലാവരും ആവേശം കൂടി കണ്ടപ്പോഴേ, ഇതെങ്ങാനും അള്ളാഹു നിർബന്ധമാക്കിയാൽ നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റും. ഇനി വരാൻ പോകുന്ന എൻ്റെ ഉമ്മത്തിന് ഇങ്ങനെ നിസ്കരിക്കാൻ കഴിഞ്ഞോണമെന്നില്ല. അതുകൊണ്ട് ഞാൻ മനഃപൂർവ്വം വരാമെന്നാണ്. ഇത് നമുക്ക് നിസ്കരിക്കാൻ പറ്റൂല എന്ന് വിചാരിച്ചിട്ട് ആണ് നബി എന്ന് വരാതെന്നത്. നിങ്ങൾ ആലോചിക്കി, അത്രയും തൻ്റെ ഉമ്മത്തിനെ പറ്റി കൺസേണുള്ള ഒരു പ്രവാചകനെ നിങ്ങൾ എങ്ങനെ സ്നേഹിക്കാതിരിക്കും? അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ആ നബിയെ നമ്മൾ അറിയണം. ആ നബിയെ നമ്മൾ ജീവിതം പഠിക്കുമ്പോഴാണ് ഖുർആനിൻ്റെ ഓരോ ആയത്തുകളും നബിയുടെ ഓരോ ജീവിതത്തിൽ ഓരോ സന്ദർഭങ്ങളിൽ ഇറങ്ങിയത് കുറച്ചും കൂടി നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുക. നമ്മുടെ ജീവിതത്തെ അത് സ്വാധീനിക്കുക.
അപ്പോൾ അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ പഠിക്കാൻ നമ്മൾ ഖുർആൻ പഠിക്കുന്നതിന് അത് അത്യന്താപേക്ഷിതമാണ്. അതേപോലെ തന്നെ സഹോദരങ്ങളെ, തഹജ്ജുദ് നമസ്കാരം ജീവിതത്തിൽ നല്ലൊരു കാഴ്ച, നല്ല ഈ ജീവിതം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റണമെങ്കിൽ നമുക്ക് വേണ്ട കാര്യം ഒന്ന്, നമ്മൾ അള്ളാഹുവുമായിട്ട് ഒറ്റപ്പെടുന്ന ചില സന്ദർഭങ്ങൾ വേണം. അത് ഏറ്റവും നല്ലൊരു സന്ദർഭം ഫജ്റിന് മുമ്പുള്ള ആ ശാന്തമായ ആ തഹജ്ജുദിൻ്റെ സമയമാണ്. അതിൽ നമ്മൾ അള്ളാഹുവുമായിട്ട് നമ്മളെല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും രാത്രി നമസ്കാരത്തിലൂടെയും ദിക്റുകളിലൂടെയും നമ്മുടെ ദുആയിലൂടെയും നമ്മൾ അള്ളാഹുവുമായി നല്ലൊരു ബന്ധം ഉണ്ടാക്കണം. അതേപോലെ തന്നെ പാപങ്ങളിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളത്, നമ്മളെന്താ പറയുക, തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ തെറ്റിൻ്റെയും അനന്തരഫലമായി കൂടുതൽ തെറ്റുകളിലേക്ക് നമ്മൾ ചെന്നെത്തും. നമ്മൾ എത്രത്തോളം ഓരോ തെറ്റുകൾ എത്ര ചെറുതാണെങ്കിലും ആ തെറ്റുകളിലെ നിലപാട് എന്നത് അത് കുറച്ച് ഗൗരവത്തോടെ കാണണം. അത് നമ്മൾ ഗൗരവത്തോടെ കാണണം. ഒരു തെറ്റെന്ന് പറയുമ്പോൾ എന്താ പറയുക, തെറ്റ് നിസ്സാരമാണെങ്കിലും അവിടെ ഒരു നിലപാടുണ്ട്. എന്താണ്? അള്ളാഹുവിൻ്റെ റസൂലിനെയും അള്ളാഹുവിനെയും നമ്മൾ ധിക്കരിക്കുക എന്നുള്ളത്. ഇപ്പോൾ വലത് കൈ കൊണ്ട് തിന്നണം, വലത് കൈ കൊണ്ട് കുടിക്കണം എന്ന് പറയുമ്പോൾ അത് ഒരു നിലപാടാണ്. അത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൽപ്പനയാണ്, അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. അപ്പോൾ ചില അള്ളാഹ് അങ്ങനെ പറഞ്ഞാണ്, ഖുർആനിലുണ്ടോ വലത്തെ കൈ കൊണ്ട് തിന്നണം, വലത്തെ കൈ കൊണ്ട് കുടിക്കണം എന്ന് ആൾക്കാർ ചോദിക്കും. ഇടത്തെ കൈ കൊണ്ട് കുടിച്ചാൽ എന്താ പ്രശ്നം? ഖുർആനിലുണ്ടോ അങ്ങനെ വലത്തെ കൈ കൊണ്ട് കുടിക്കണം എന്നുണ്ട്? ഖുർആനിലുണ്ട് വലത് കൈ കൊണ്ട് കുടിക്കണം എന്ന്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അടുത്ത് വന്നിട്ട് ഒരു സ്ത്രീ തർക്കിക്കാണ്, പുരികം പ്ലക്ക് ചെയ്യരുത് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട് എന്ന് ഖുർആനിലുണ്ട് എന്ന് ഇബ്നു മസ്ഊദ് പറയാണ്. അപ്പോൾ ആ സ്ത്രീ പറയാണ്, ഖുർആൻ ഞാൻ പലതവണ ഓതിയിട്ടുണ്ട്, അവിടെ എവിടെയും പുരികം പ്ലക്ക് ചെയ്യാൻ പാടില്ല എന്ന് ഖുർആനിൽ അങ്ങനെ എവിടെയും കണ്ടിട്ടില്ലല്ലോ. ഇബ്നു മസ്ഊദ് പറയും, ഉണ്ട്, അങ്ങനെ ഖുർആനിലുണ്ട്. അപ്പൊ ഓതാൻ പറയും, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കണം, നിങ്ങൾ പ്രവാചകനെ അനുസരിക്കണം എന്ന് ഖുർആൻ പറയുന്നുണ്ട്. പ്രവാചകൻ പറഞ്ഞതാണ് എന്ത്? പുരികം പ്ലക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് സഹോദരങ്ങളെ, ഖുർആനിലുണ്ട് അള്ളാഹുവിനെ അനുസരിക്കണം, പ്രവാചകനെ അനുസരിക്കണം എന്ന് ഖുർആനിൽ പല സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വലത് കൈ കൊണ്ട് കുടിക്കണം, വലത് കൈ കൊണ്ട് തിന്നണം. അത് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്, റസൂലിൻ്റെ കൽപ്പനയാണ്. അത് തിരസ്കരിക്കുക എന്നത് അത് ചിലപ്പോൾ നിസ്സാരമായിരിക്കും. ഇപ്പോൾ വലത് കയ്യിൽ നമുക്ക് എന്തുണ്ടാവും? വലത് കയ്യിൽ ചിലപ്പോൾ നമുക്ക് ബർഗർ ഉണ്ടാവും, അപ്പോൾ ഇടത്തെ കയ്യിലേക്കാരും പെപ്സി. അപ്പം നമുക്ക് തോന്നുന്നു എന്താ പ്രശ്നം എന്ന്. അത് സഹോദരങ്ങളെ, സംഭവം നമുക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അതൊരു നിലപാടാണ്. ആ ബർഗർ അവിടെ വെച്ച് ആ പെപ്സി വലത്തെ കൈ കൊണ്ട് കുടിക്കണം. അതാണ് അള്ളാഹുവിനെയും റസൂലിനെയും സ്നേഹിക്കാൻ തന്നെ. എന്താണ് ഷെയ്ഖിനോട് ചോദിക്കുന്നുണ്ട്, ഒരു ചെരുപ്പിട്ട് മാത്രം നടക്കരുത് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. ഒരു ചെരുപ്പിട്ട് നടക്കരുത് അല്ലേ, ഒരു ചെരുപ്പ് മാത്രം ധരിച്ചുകൊണ്ട് നടക്കാൻ പാടില്ല എന്ന് വിരോധിച്ചിട്ടുണ്ട്. അപ്പം സാധാരണ ഒരു മനുഷ്യൻ ഒരു ചെരുപ്പിട്ട് നടക്കുമോ? ഇല്ലല്ലോ. ഉണ്ടോ? സാധാരണ ഒരാളിപ്പോൾ ഒരു ചെരുപ്പിട്ട് നടക്കുമോ? നടക്കൂല. അപ്പം നമ്മൾ സാധാരണ ഒരു ചെരുപ്പിട്ട് നടക്കലപ്പോഴാണ് പള്ളിക്ക് ചെരുപ്പ് വെച്ചിട്ട് ഒരു ചെരുപ്പ് കാണാനല്ല, അപ്പോൾ അത് ഇട്ട് മറ്റേതും തിരഞ്ഞ് ഇങ്ങനെ നടക്കുക. അപ്പോൾ അത് തെറ്റാണോ? പോക്ക് തെറ്റാണോ? അത് തെറ്റൊന്നല്ലല്ലോ. പക്ഷെ എന്താ പറയുക, അതിലൊരു നിലപാടുണ്ട്. ഒരു ചെരുപ്പ് നമ്മൾ ഒരു സെക്കൻഡ് പോലും ഞാൻ എൻ്റെ റബ്ബിനെ ധിക്കരിക്കൂല എന്ന്, അത് ജീവിതത്തിലൊരു നിലപാടാണ്. അതിൽ തെറ്റും ശരി എന്നുള്ളതല്ല. ആ നിലപാട്, ഒരു പാപം ചെറുതാണെങ്കിലും ആ പാപം ചെയ്യുന്നതിൽ വഴി ആ നിലപാടിനെ നമ്മൾ ലംഘിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ചെറിയ പാപങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ചെറിയ പാപങ്ങൾ കൂടുതൽ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പാപത്തിൻ്റെ ഗൗരവം നഷ്ടപ്പെടും എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ഒരു തെറ്റിൻ്റെ ഗൗരവം നഷ്ടപ്പെടും. ഇപ്പോൾ വലിയ തെറ്റ് ചെയ്യുന്ന ആളുകൾ എന്താ ചെയ്യുക? ആദ്യം ചെറിയ തെറ്റുകൾ ചെയ്യും, പിന്നെ ആ തെറ്റുകളുടെ ഒരു ഗൗരവം എന്നുള്ളത് നഷ്ടപ്പെടും, പിന്നെ വലിയ തെറ്റുകൾ ചെയ്യും. പിന്നെ വലിയ തെറ്റുകൾ കുറേ ചെയ്യുമ്പോൾ എന്താവും? പിന്നെ അത് പശ്ചാത്തപിക്കാനുള്ളൊരു മൂഡ് പോകും. പിന്നെ എന്താ ചെയ്യാരോ? ആ തെറ്റിനെ ന്യായീകരിക്കുന്ന അവസ്ഥ ഉണ്ടാവും. അതെന്താ? ബിസിനസ് അല്ലേ, അതിലെങ്ങനെ ലോൺ എടുക്കാതെ എങ്ങനെ ബിസിനസ് നടക്കുക? നിങ്ങൾ എന്തായി പറയണേ? അന്ന് ഇപ്പം നബി ഇല്ലാത്തതുകൊണ്ടാണ്. നബി ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ 10% പലിശയ്ക്ക് നബി അംഗീകരിക്കും, വട്ടിപ്പലിശയ്ക്കേ നബി വിരോധിക്കുള്ളൂ. ഈ ചെറിയ പലിശ ഒന്നും നബി അങ്ങനെ കാര്യമാക്കൂല. ഇന്നിപ്പോൾ നബി വരികയാണെങ്കിൽ അങ്ങനെ ചെയ്യുള്ളൂ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ തെറ്റിനെ ന്യായീകരിക്കുന്ന അവസ്ഥ ഉണ്ടാവും. തെറ്റിനെ ന്യായീകരിക്കുക എന്നുള്ളത് എന്താ അറിയോ? അത് കുഫറാണ്. പലിശ വാങ്ങുന്നതിൻ്റെക്കാൾ ഗൗരവമാണ് പലിശ തെറ്റല്ല എന്ന് പറയുന്നത്. അതിലെ നിലപാട് കുഫറാണ്. അത് കുറച്ചും കൂടി ഗൗരവമുള്ള വിഷയമാണ്. അപ്പം ഇതാണ്. അപ്പം ഒരു തെറ്റ് മറ്റൊരു തെറ്റിലേക്ക് വഴി തുറക്കും. ചെറിയ തെറ്റുകൾ എന്ത് ചെയ്യും? തെറ്റിൻ്റെ ഗൗരവം കുറക്കും.
അപ്പോൾ തെറ്റുകളിലുള്ള നിലപാട് ഗൗരവമുള്ളതാണ്. അള്ളാഹുവിനെയും റസൂലിനെയും ധിക്കരിക്കുക എന്നത് അത് സംഭവിക്കാൻ പാടില്ലാത്തതാണ്. എന്ന് വെച്ചാൽ അള്ളാഹു നമുക്കിതൊക്കെ നൽകിയിട്ട് ഈ ജീവൻ, വായു, വെള്ളം, ഇപ്പം കോവിഡിൻ്റെ സമയത്ത് എന്തൊക്കെ ആളുകൾ പറഞ്ഞത്, ആളുകൾക്കൊക്കെ ബോധ്യപ്പെട്ടു, ഓക്സിജൻ്റെ വില മനസ്സിലായി, സിലിണ്ടറിന് വേണ്ടി ATM-നും അതേപോലെ തന്നെ ബാങ്ക് അക്കൗണ്ടിലൊക്കെ ലക്ഷങ്ങൾ ബാലൻസുള്ള ആളുകൾ ഒരു കുറ്റി സിലിണ്ടർ കിട്ടുമോ എന്ന് കരഞ്ഞ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടൊരു കാലം ഉണ്ടായിരുന്നു. അന്നൊക്കെ നമ്മൾ പറഞ്ഞു, പടച്ചോൻ നമ്മളെ ബോധ്യപ്പെടുത്തി. എല്ലാവരും മറന്നില്ലേ? എല്ലാവരും വീണ്ടും പഴയ അവസ്ഥയിലേക്ക് തിരിച്ചുപോയി. അപ്പം അതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് ദീന് പഠിക്കുകയും നമ്മൾ അള്ളാഹുവിനെയും റസൂലിനെയും, അതാണ് ഒത്തർക്ക് ദുനൂബ് വൽ ഇസ്യാൻ, കുറ്റകൃത്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക. അള്ളാഹു ഹറാമാക്കിയത് ഹറാമായി തന്നെ കാണണം. പാപങ്ങളിലെ നിലപാട് നമ്മൾ ഗൗരവമായി തന്നെ കാണണം. എല്ലാ ഹറാമ് ചെയ്ത ആളുകൾക്ക് എല്ലാവർക്കും ഒരേ ശിക്ഷ അല്ല കിട്ടുക. അങ്ങനെ പ്രത്യേകത ഉണ്ട്. ഒരു തെറ്റ് ചെയ്താൽ അതിനെല്ലാവർക്കും ഒരേ ശിക്ഷ അല്ല. ഒരു തെറ്റ് ചെയ്യുന്ന സന്ദർഭത്തിൽ ഓരോരുത്തരുടെയും മാനസികാവസ്ഥയും ആ തെറ്റിന് ശേഷമുണ്ടായ മാനസികാവസ്ഥയൊക്കെ നോക്കിയിട്ടാണ് പടച്ചോൻ ശിക്ഷ കൊടുക്കുക. അതുകൊണ്ട് എല്ലാവർക്കും ഒരേ ശിക്ഷയല്ല ഒരു തെറ്റിന് കിട്ടുക. അതൊക്കെ വ്യത്യസ്തമായിരിക്കും. കാരണം തെറ്റ് ചെയ്യാനുള്ളൊരു സാഹചര്യം ഉണ്ടാവും, ആ തെറ്റ് ചെയ്തു കഴിഞ്ഞാലൊരു മാനസികാവസ്ഥ ഉണ്ടാവും. അതൊക്കെ നോക്കിയിട്ടാണ് പടച്ചോന് നാളെ പടച്ചോൻ്റെ കോടതിയിൽ ശിക്ഷ കൊടുക്കുക. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ ഗൗരവമായി കാണും. തെറ്റിനൊരിക്കലും ന്യായീകരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ഒരു സഹീഹായ ഹദീസാണോ ഖുർആനിൻ്റെ ആയത്താണോ സഹോദരങ്ങളെ, അത് ഗൗരവമായിട്ട് തന്നെ എടുക്കണം. അത് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. നമ്മളൊരു തെറ്റിന് നിസ്സാരമായി കാണുന്നതോടുകൂടി നമ്മളെ നിലപാടുകളിൽ മാറ്റം വരും. നമ്മൾ കുഫറിൽ എത്തിപ്പെടും, നമ്മൾ ശിർക്കിലെത്തിപ്പെടും. വലിയ ദുരന്തമായിരിക്കും ഈ ദുനിയാവിൽ നമുക്ക് സംഭവിക്കുക. കാരണം ശിർക്കിലും കുഫറിലുമായി കൊണ്ട് മരണപ്പെടുന്നൊരവസ്ഥ ഉണ്ടായാൽ നാളത്തെ കാര്യം അതീവ ഗുരുതരമായിരിക്കും, അതീവ അപകടകരമായിരിക്കും. അതുകൊണ്ട് നമ്മൾ അതിനങ്ങേയറ്റം ഭയപ്പെടണം. അതേപോലെ തന്നെ നിലപാട്. അപ്പോൾ ഇതിന് നമുക്കുള്ളൊരു മാർഗം എന്താണ്? ഇങ്ങനെ ഈ കലുഷിതമായ ഈ ലോകത്ത് ഈ ജീവിതത്തിലൂടെ മുന്നേറുമ്പം നമ്മൾ ഇത് ഏറ്റവും നല്ല രൂപത്തിൽ ജീവിച്ച് പോകാനുള്ള ഏറ്റവും നല്ല മാർഗം അള്ളാഹുവുമായിട്ട് അത്ര നല്ലൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കുക. കണക്റ്റിംഗ് ടു ദ ക്രിയേറ്റർ. അള്ളാഹുവിനെ, നമ്മളെ സൃഷ്ടാവായ നമ്മുടെ റബ്ബായി എന്നെ സൃഷ്ടിച്ച, എന്നെ ഘട്ടം ഘട്ടമായി വളർത്തി എനിക്ക് ജീവിക്കാൻ ആവശ്യമായ സകലവും ഒരുക്കി തന്ന എൻ്റെ റബ്ബ്, വദൂദായ റബ്ബ്. നോക്കി, അറബി ഭാഷയിൽ സ്നേഹത്തിന് അപ്പുറത്തൊരു പേര് പറയാനല്ല. വദൂദ്, ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളവനാണ് പടച്ചോൻ. മാതാവിനേക്കാളും പിതാവിനേക്കാളും നമ്മളെ സ്നേഹിക്കുന്നത് നമ്മുടെ റബ്ബാണ് എന്ന തിരിച്ചറിവ്. ആ വദൂദായ റബ്ബ് എനിക്കൊരു പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലൊരു അള്ളാഹുവിനൊരു ഹിക്മത്തുണ്ടാവും, ഒരു നന്മ അള്ളാഹു എനിക്ക് ഉദ്ദേശിക്കുന്നുണ്ട് എന്നാണ്. അപ്പം അത് നമുക്ക് അങ്ങനെ മനസ്സിലാകണമെങ്കിൽ, അങ്ങനെ നമുക്ക് ഉൾക്കൊള്ളണമെങ്കിൽ നമ്മൾ അള്ളാഹുവിനെ ആ ഒരു ഹുസ്നുൽ ളന്നു ബില്ലാ എന്നാ പറയാം. ഹുസ്നുൽ ളന്നു ബില്ലാ, അള്ളാഹുവിനെ പറ്റി നല്ലൊരു സൽവിചാരം. ഒരു രോഗി മരിക്കാൻ കിടക്കുകയാണ്, ഒരു ചെറുപ്പക്കാരൻ രോഗിയായിട്ട് മരിക്കുക എന്നുള്ളത് അത് വേറെ ലെവലാണ്. ഒരു വയസ്സായ 70-80 വയസ്സായ ഒരാൾ അസുഖമായിട്ട് മരിക്കാൻ കിടക്കുന്നതും 30 വയസ്സായ ഒരു ചെറുപ്പക്കാരൻ അസുഖമായിട്ട് മരിക്കാൻ കിടക്കണതും വ്യത്യാസമുണ്ട്. 30 വയസ്സായി മരിക്കാൻ കിടക്കുന്ന ചെറുപ്പക്കാരൻ്റെ അടുത്ത്, ഒരു യുവാവിൻ്റെ അടുത്ത് അള്ളാൻ്റെ റസൂൽ സന്ദർശിക്കണം. രോഗിയെ സന്ദർശിക്കണം എന്തിനാ അറിയോ? ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞെടുക്കാനും ഓർമ്മപ്പെടുത്താനാണ്, അവരെ സമാധാനിപ്പിക്കാനാണ് അല്ലേ? അപ്പോൾ അള്ളാൻ്റെ റസൂൽ ചോദിച്ചു, നിനക്ക് എന്ത് തോന്നുന്നു എന്നാ ചോദിച്ചത്. അപ്പോൾ പറഞ്ഞ്, ചെയ്തു പോയ പാപങ്ങളെപ്പറ്റി എനിക്ക് അങ്ങേയറ്റത്തെ പേടിയുണ്ട് റസൂലേ, പക്ഷേ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ എനിക്ക് വലിയ പ്രതീക്ഷയുണ്ട് എന്നാണ്. അതാണ് ഒരേ സമയത്ത് റജാവും ഖൗഫും എന്നുള്ളത് അതൊരു വിശ്വാസിൻ്റെ ലക്ഷണമാണ്. ഒരേ സമയത്ത് ഖൗഫ് ഉണ്ടാകുക, പേടി ഉണ്ടാകുക, അതേപോലെ റജാ പ്രതീക്ഷ ഉണ്ടാകുക, അത് വിശ്വാസിക്കേ ഉണ്ടാവുള്ളൂ. അതാണ് ഒരു ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി പറഞ്ഞതാണ്, ഒരു പക്ഷിയെ പോലെയാണതാണ്. അതായത് ഒരു പക്ഷിയുടെ 2 ചിറകുകളിലോ അതിൽ ഒരു ചിറകാണ് ഖൗഫ് എന്നത്, അള്ളാഹുവിനെ പറ്റിയുള്ള പേടി. അള്ളാഹു അങ്ങേയറ്റം ശിക്ഷിക്കുന്നവനാണ്. അള്ളാഹു എൻ്റെ പാപങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എൻ്റെ വായക്ക് സീല് വെക്കും, എൻ്റെ കൈകൾ സംസാരിക്കും, ഭൂമി അതിൻ്റെ വർത്തമാനങ്ങൾ വിളിച്ചു പറയുന്ന ഒരു വലിയ വിചാരണക്ക് ഞാൻ ഹാജരാകേണ്ടി വരും. റബ്ബെന്നെ ശിക്ഷിക്കുമോ എന്ന് ഭയപ്പാട് ഒരു വിശ്വാസിക്കുണ്ടാവും. അതാണ് ഖൗഫ് എന്ന് പറഞ്ഞാൽ. റജാ എന്ന് പറഞ്ഞാലോ, എൻ്റെ റബ്ബ് അങ്ങേയറ്റത്തെ കാരുണ്യവാനാണ്, ഗഫൂറാണ്, പാപങ്ങൾ പൊറുത്തു തരുന്നവനാണ്, എൻ്റെ റബ്ബെല്ലാം എനിക്ക് പൊറുത്തു തന്നേക്കാം എന്നുള്ള വലിയ പ്രതീക്ഷയുണ്ട്. അപ്പോൾ
ഒരു പ്രതീക്ഷയുണ്ട്. അപ്പോൾ ആ പ്രതീക്ഷ എന്താണ്? അപ്പോൾ അത് കേട്ടപ്പം അള്ളാഹുവിൻ്റെ റസൂല് പറയാണ്, ഒരാൾ തൻ്റെ റബ്ബിനെ പറ്റി എങ്ങനെയാണോ വിശ്വസിക്കുന്നത് അതുപോലെ ആയിരിക്കും അവൻ്റെ റബ്ബ് എന്നാണ്. അപ്പോൾ ഒരിക്കലും റബ്ബെനിക്ക് പുറത്തു തരൂല എന്നല്ല നമ്മൾ വിശ്വസിക്കേണ്ടത്. എൻ്റെ റബ്ബെനിക്ക് പുറത്തു തരും എന്ന് പോസിറ്റീവായിട്ട് വിശ്വസിക്കണം. പക്ഷേ അതേസമയം എന്താണ്, എത്ര പാപങ്ങൾ ചെയ്താലും പടച്ചോനിക്ക് പുറത്തു തരും എന്നുള്ള ഒരു നിർഭയത്വമല്ല നമുക്ക് നൽകേണ്ടത്. പാപം ചെയ്യുമ്പം ശിക്ഷിക്കപ്പെടും, ഭയപ്പാടും, വിചാരണക്ക് കണക്ക് പറയേണ്ടി വരുമെന്നും നരകത്തിൽ പോകുമെന്നും അള്ളാഹു ശിക്ഷിക്കുന്നുള്ള പേടിയാണ് വേണ്ടത്. എന്നാൽ സംഭവിച്ചതിനെ പറ്റി നമ്മൾ അങ്ങനെ നിരാശപ്പെടേണ്ട കാര്യമല്ല. അതൊക്കെ അള്ളാഹു നമ്മൾ അങ്ങേയറ്റം പൊറുക്കലിനെ തേടിക്കഴിഞ്ഞ് നിലപാട് നന്നാക്കി ശിഷ്ടജീവിതം നന്നാക്കി ജീവിച്ചാൽ പടച്ചവൻ അതൊക്കെ പുറത്തു. എത്ര വലിയ പാപങ്ങൾ ചെയ്താലും, ആകാശത്തിൻ്റെ ഉച്ചിയോളം നിങ്ങൾ പാപങ്ങൾ ചെയ്താലും അള്ളാഹു പശ്ചാത്തപിക്കുകയും നിലപാട് നന്നാക്കി ശിഷ്ടജീവിതം നല്ല സൽക്കർമ്മങ്ങൾ കൊണ്ട് സമ്പുഷ്ടമാക്കിയാൽ പടച്ചവൻ അതൊക്കെ പുറത്തു തരുമെന്നാണ്. അപ്പം അത്രയും കാരുണ്യവാനായ റബ്ബ്, ആ ഒരു സൽവിചാരമായിരിക്കണം അള്ളാഹുവിനെ പറ്റി നമുക്ക് ഉണ്ടാകേണ്ടത്. അപ്പോൾ അള്ളാഹുവിനെ നമ്മൾ അറിയണം. റബ്ബായ ഇലാഹായ അള്ളാഹുവിൻ്റെ നാമങ്ങളിലൂടെ, ഗുണങ്ങളിലൂടെ, വിശേഷണങ്ങളിലൂടെ. അള്ളാഹു ഗഫൂറാണ്. എത്ര പാപങ്ങൾ ചെയ്താലും എൻ്റെ റബ്ബ് ആത്മാർത്ഥമായി തൗബ ചെയ്തവന് അള്ളാഹു പുറത്തു കൊടുക്കുമെന്നുള്ള അറിവ്. അതേപോലെ അള്ളാഹു റഹ്മാനാണ്, അള്ളാഹു റഹീമാണ്, അള്ളാഹു എല്ലാം അറിയുന്നവനാണ് അല്ലേ, എല്ലാം അറിയുന്നവനാണ് എൻ്റെ റബ്ബ്, എല്ലാത്തിനും കഴിവുള്ളവനാണ് അല്ലേ. ഈ ഗാസയിലെ കുരുന്നുകളെ ബോംബിട്ട് കൊല്ലുമ്പോഴും അതിനൊക്കെ കണക്ക് ചോദിക്കാനും അതിനൊക്കെ പ്രതിഫലം നൽകാനും അതിനൊക്കെ പ്രതികാര നടപടിയെടുക്കാനും കഴിവുള്ളവനാണ്. വഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു ഖദീറാണ് എന്ന തിരിച്ചറിവ് അല്ലേ. അള്ളാഹു ബസീറാണ്, അള്ളാഹു എല്ലാം കാണുന്നവനാണ്. അള്ളാഹു സമീർ ആണ്, അള്ളാഹു എല്ലാം കേൾക്കുന്നവനാണ്. അള്ളാഹു റഖീബാണ്, അള്ളാഹു എല്ലാം നിരീക്ഷിക്കുന്നുണ്ട് അല്ലേ. CCTVൻ്റെ സോഫ്റ്റ്വെയർ മാറ്റിയാൽ അല്ലെങ്കിൽ വർക്ക് ചെയ്യാത്ത CCTV അത് ഒരിക്കലും നിരീക്ഷിക്കുന്നില്ല. എന്നാൽ ഏത് സോഫ്റ്റ്വെയർ കേടാണെങ്കിലും CCTV നിങ്ങൾ നശിപ്പിച്ചാലും അതെല്ലാം കൃത്യമായി രേഖപ്പെടുത്തുന്ന ആ മുറാഖബത്ത് റഖീബായ ഒരു റബ്ബിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. അള്ളാഹു ഹക്കീമാണ്, അള്ളാഹു വലിയ യുക്തിമാനാണ്. ഇവിടെ സംഭവിക്കുന്ന ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളുടെ പിന്നിലും അള്ളാഹുവിനൊരു യുക്തിയുണ്ട് എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അപ്പോൾ അതാണ് ഹക്കീമായ റബ്ബ്. അങ്ങനെ അള്ളാഹുവിൻ്റെ ഓരോ നാമങ്ങളും ഗുണങ്ങളും വിശേഷണങ്ങളും അറിയുന്നതിലൂടെ ആ റബ്ബിനെ കൂടുതൽ അറിയാനും അടുക്കാനും സ്നേഹിക്കാനും ഒരു വിശ്വാസിക്ക് സാധിക്കുമ്പോൾ നമ്മൾ റബ്ബുമായി കണക്റ്റഡ് ആവും. സത്യത്തിൽ നമ്മുടെ എല്ലാ ആരാധനകളും ആ ഒരു കണക്ഷൻ സ്ട്രോങ് ആക്കി നിലനിർത്താനാണ് സത്യത്തിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നമ്മളെ നമസ്കാരമാകട്ടെ, നമ്മളെ നോമ്പാകട്ടെ, സക്കാത്താകട്ടെ, എല്ലാ ദിക്റുകളും രാവിലെ നമ്മൾ എണീറ്റ് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് എണീറ്റ് നമ്മൾ ബാത്റൂമിൽ പോകുന്നു, ഇറങ്ങുന്നു, ഉളുവിന് ശേഷമുള്ള പ്രാർത്ഥന, അതേപോലെ ആ കഴിഞ്ഞിട്ടുള്ള നമസ്കാരം, രാത്രി നമസ്കാരം, സുബൈക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ, പള്ളിയിൽ കയറുമ്പം, പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ, നിസ്കരിക്കുമ്പോൾ, നിസ്കാരം കഴിഞ്ഞാൽ, അങ്ങനെ നമ്മുടെ ജീവിതം മുഴുവനും ആ ഒരു പ്രാർത്ഥനയാണ് അല്ലേ. നമ്മൾ ഏതൊരു 3 കാലം നമ്മൾ എടുത്താലും, ഇപ്പോൾ നമുക്ക് കഴിഞ്ഞുപോയ സംഭവങ്ങളെക്കുറിച്ച് നമ്മുടെ പാസ്റ്റ് ടെൻസ്, ഭൂതകാലം പറയും. ഭൂതകാലത്തിലൊരു വിശ്വാസത്തിന്റെ നിലപാടെന്താണ്? നമ്മൾ ഒരിക്കലും കഴിഞ്ഞുപോയതിനെ കുറിച്ച് നിരാശപ്പെട്ടൊരു കാര്യമല്ല, ദുഃഖിച്ചിട്ട് കാര്യമല്ല. വലാ തഹ്സനു, നിങ്ങൾ ദുഃഖിക്കേണ്ടി വരില്ല എന്നാണ്. സംഭവിച്ചു പോയതിനെ പറ്റി ഒരു ദുഃഖം എന്നുള്ളത് വിശ്വാസിക്ക് പാടില്ലാത്തതാണ്. സങ്കടം, അത് അമിതമായ സങ്കടം പാടില്ലാത്തതാണ്. അതിൻ്റെ പേരിൽ ഡിപ്രഷൻ വരാൻ പാടില്ല. കാരണം എന്താ? ഖദ്ദറല്ലാഹ്, അത് അള്ളാഹു കണക്കാക്കിയതാണ്. അത് അള്ളാഹു ഞാൻ ജനിക്കുന്നതിൻ്റെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹു രേഖപ്പെടുത്തിയ അള്ളാഹുവിൻ്റെ അറിവിലുള്ള കാര്യമാണ്. അതേ സംഭവിക്കൂ. ആളുകൾ പറയും ഞാൻ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ അത് ഇങ്ങനെ ആകുമായിരുന്നു എന്ന്. ലൗല എന്ന് നിങ്ങൾ കഴിഞ്ഞു പോയ ഒരു കാര്യത്തോട് നിങ്ങൾ ലൗല എന്ന് ചേർത്ത് പറയരുത്. ഖദ്ദറല്ലാഹ്, അള്ളാഹു കണക്കാക്കി. അള്ളാഹു കണക്കാക്കി, അത് സംഭവിച്ചു, അവൻ പ്രവർത്തിച്ചു, അത് പ്രവർത്തിച്ചു. അങ്ങനെയാണ് ഒരു വിശ്വാസിയുടെ കഴിഞ്ഞ കാലത്തെ നിലപാട്. ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യത്തെ പറ്റിയോ ഇതൊക്കെ അള്ളാഹുവിൻ്റെ മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ഇതൊക്കെ അള്ളാഹുവിൻ്റെ അറിവും കഴിവും അനുസരിച്ചാണ്, അള്ളാഹുവിൻ്റെ കഴിവും ശക്തിയും കൊണ്ടാണ് ഇതൊക്കെ നടന്നു പോകുന്നത്. എൻ്റെ ഈ വാഹനം അല്ലേ, നമ്മൾ നല്ലൊരു വാഹനത്തിൽ വന്നിറങ്ങി തിരിച്ച് കയറിപ്പോവും. ആ വാഹനത്തിൽ കയറുമ്പോൾ ആ വീട്, മക്കള്, നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ സന്തോഷങ്ങളും അനുഗ്രഹങ്ങളൊക്കെ നമ്മൾ ആസ്വദിക്കുന്നുണ്ടോ, ഇതൊന്നും എൻ്റെ കഴിവോ എൻ്റെ അധ്വാനമോ എന്ന് നമ്മൾ വിചാരിക്കേണ്ടതില്ല. ഇതൊക്കെ ഇതിനേക്കാളേറെ അധ്വാനിച്ചവർക്ക്, ഇതിനേക്കാളേറെ എഫർട്ട് എടുത്തവർക്ക് ഇത്രയൊന്നും റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. ഇതൊക്കെ അള്ളാഹുവിൻ്റെ തൗഫീക്ക് മാത്രമാണ്, അള്ളാഹുവിൻ്റെ ഔദാര്യം മാത്രമാണ്, ഇതൊക്കെ അള്ളാഹുവിൻ്റെ ഫദ്ലാണ് എന്ന തിരിച്ചറിവ്. അതാണ് ഓരോ അനുഗ്രഹങ്ങളെയും അള്ളാഹുവിലേക്ക് ചേർത്തി പറയാൻ
ഖുൽ മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാ. അതൊരു ജീവിതത്തിലെ നിലപാടാണ്. അതേപോലെ ഭാവി ഇൻഷാ അല്ലാഹ്, നാളെ എന്ത് ചെയ്യും, നാളെ ആ അസൈൻമെന്റ് പൂർത്തിയാക്കി തരാം എന്ന് നമ്മൾ ഉറപ്പിച്ച് പറയുന്നുണ്ടെങ്കിൽ അത് അള്ളാഹുവിലേക്ക് ചേർത്തുകൊണ്ടല്ലാതെ നിങ്ങൾ പറഞ്ഞു പോകരുത് എന്നാണ് ഇൻഷാ അല്ലാഹ്. അപ്പൊ സഹോദരങ്ങളെ, ഓരോ സെക്കൻഡും നമ്മൾ അള്ളാഹുവുമായി കണക്റ്റഡ് ആണ്. നമ്മളെ സംസാരങ്ങളിലൂടെ, നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ, നമ്മളെ ഇബാദത്തുകളിലൂടെ, നമ്മളെ ഓരോ കാര്യങ്ങളും ഈ പടച്ചോനുമായി നിരന്തരം കണക്ട് ചെയ്ത സാധനം. അതൊന്ന് ലൈവാക്കിയിട്ടാൽ മതി. ഇതൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനങ്ങളാണ്. നിസ്കാരം, ഇപ്പം നമ്മൾ മഗ്‌രിബ് നിസ്കരിച്ചിട്ട് വന്നു, ഇശാ നിസ്കരിച്ചിട്ട് വന്നത് അല്ലേ, ഈ തിരിച്ചു പോയി വിത്ർ നിസ്കരിച്ച് ഉറങ്ങുന്ന ആളുകളുണ്ടാവും, തഹജ്ജുദ് നിൽക്കുന്ന ആളുകളുണ്ടാവും, കിടക്കുമ്പോൾ ദിക്ർ ചെല്ലും, സുബ്ഹാനല്ലാഹ് ചെല്ലേണ്ട പ്രാർത്ഥനകൾ ചൊല്ലി ഉറങ്ങും, ഒളൂ ചെയ്തിട്ട് ഉറങ്ങും അല്ലേ. നമ്മൾ നേരം വെളുത്ത് വീണ്ടും ആ സ്മരണയിലാണ് എണീക്കുന്നത്. ഞങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഭക്ഷണം കഴിക്കും ബിസ്മില്ലും അല്ലേ, വണ്ടി കയറുമ്പോൾ ഇറങ്ങുമ്പോൾ നിരന്തരമായി നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഇരിക്കുന്ന ആളുകളൊക്കെ ഇത് പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളാണ്. പക്ഷേ അതിൻ്റെ ഒരു ആത്മാവ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അറിഞ്ഞോ അറിയാതെയോ നമ്മൾ സാധാരണ മലയാളി ഉച്ചക്ക് ചോറ് കഴിക്കുക എന്നുള്ള പോലെ ആ സമയം ലൂറിസ്കരിച്ചാൽ പിന്നെ ചോറ് കഴിക്കണം അല്ലേ, അസ്കരിച്ചാൽ ചായ അടിച്ചണം. അതൊരു ജീവിത നമ്മളെ ഒരു ലൈഫിൻ്റെ സ്റ്റൈലായി മാറി, അതിന് ആത്മാവ് നഷ്ടപ്പെട്ടു പോയി എന്നതാണ് അതിൻ്റെ പ്രശ്നം. അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് വീണ്ടും ലൈവാക്കുക. ഇബാദത്തുകൾ, നമസ്കാരമാകട്ടെ, നോമ്പാകട്ടെ, ദിക്റാകട്ടെ, പടച്ചവനുമായുള്ള നിരന്തരമായ കണക്ഷൻ, അള്ളാഹുവിനെ പറ്റി കൂടുതൽ അറിയാൻ അതെന്താ മാർഗം? അത് ഈ വഹി, അള്ളാഹു പ്രവാചകന്മാരിലൂടെ പഠിപ്പിച്ച ഖുർആനാകുന്ന സഹീഹായ ഹദീസാകുന്ന ഈ വഹി, അതെങ്ങനെ സലഫുകൾ, മുൻഗാമികൾ, പ്രവാചകന്മാർ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് സഹാബത്തിന് എങ്ങനെ പഠിപ്പിച്ചു, സഹാബികൾ അതെങ്ങനെ ജീവിതത്തിൽ ഉൾക്കൊണ്ടു, അത് താബീങ്ങൾക്ക് എങ്ങനെ കൈമാറി, അങ്ങനെ ഈ 1400 വർഷമായിട്ട് ഈ തലമുറകളിലൂടെ കൈമാറി വന്ന ഈ തനതായ ഇസ്ലാമിൻ്റെ പൈതൃകം, മൻഹജ്, ആ മൻഹജ് കൃത്യമായി ഉൾക്കൊണ്ടുകൊണ്ട് ഈ വഹീനെ മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കാനും അതായിരിക്കണം നമ്മളെ ചലഞ്ച്, അതായിരിക്കണം നമ്മുടെ ലൈഫിലെ സന്തോഷം എന്ന് പറയുന്നത്. ഇന്ന് മഗ്‌രിബ് ജമാഅത്തായി നമസ്കരിച്ചു, ഇന്ന് ഞാൻ ഒരു പേജ് ഖുർആനോദി, ഒരായത്ത് പുതുതായി പഠിച്ചു, ഇന്ന് ഞാൻ ഒരു സഹാബിയുടെ ചരിത്രം പഠിച്ചു, ഒരു ഖുർആനിലെ ഒരു സംഭവം വിശദമാതിൻ്റെ ഞാനിത് മനസ്സിലാക്കി, അതായിരിക്കണം നമ്മുടെ സന്തോഷം. ഇന്ന് അസർ ജമാഅത്ത് എനിക്ക് നഷ്ടപ്പെട്ടു, അതായിരിക്കണം ഏറ്റവും വലിയ ദുഃഖം. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ജമാഅത്ത് നമസ്കാരം നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ, നിസ്കാരം നഷ്ടപ്പെട്ടതല്ല, ജമാഅത്ത് നമസ്കാരം നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ അദ്ദേഹം ഒരു തോട്ടത്തിൽ ജോലിയിൽ വ്യാപൃതനായി മറന്നുപോയി ജമാഅത്തിൻ്റെ സമയം. ആ തോട്ടം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അദ്ദേഹം ദാനം നൽകിയതാണ്, ആ അസർ ജമാഅത്ത് നഷ്ടപ്പെട്ടതുകൊണ്ട്. അപ്പോൾ അതായിരിക്കണം ഒരു വിശ്വാസിയുടെ നിലപാട്. ഞങ്ങളെ കടയിൽ നിന്നൊക്കെ അള്ളാഹിൻ്റെ മാർഗത്തിൽ കൊടുക്കണം എന്നല്ല, അതൊരു നിലപാടാണ്. ഒരു സന്തോഷം എന്ന് പറയുന്നത് ഈ വഹി അനുസരിച്ച് അള്ളാഹു ഹലാലാക്കിയ കാര്യങ്ങൾ, അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങളിൽ നിന്ന് അകന്നു നിന്ന് അള്ളാഹുവിനും റസൂലിനും ഇഷ്ടമുള്ള കാര്യങ്ങൾ, അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളതാണോ നമ്മൾ മുന്നിലുണ്ടാവും, അള്ളാഹ് ഇഷ്ടപ്പെടാത്തതാണോ നമ്മൾ ആ വൈക്കുണ്ടാവില്ല. അതൊരു നിലപാടാണ്. ആ നിലപാടിൽ ഒരു വൈബ് കണ്ട്, ആ ഒരു വൈബിൽ, ആ ഒരു ഫ്രീക്വൻസിയിൽ നമ്മൾ ലൈഫ് ട്യൂൺ ചെയ്തുകൊണ്ട് പടച്ചവനുമായി നിരന്തരം കണക്റ്റഡ് ആയിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കേണ്ടതുണ്ട്. അങ്ങനെ സാധിച്ചാൽ നമ്മളെ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടാവും, നമ്മൾ വിജയിക്കും. അപ്പോൾ അതാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം. ആ ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ ലൈഫിനെ ട്യൂൺ ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സഹായിക്കുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ. അല്ലാഹുമ്മ ഇൻസുർ ഇഖ്വാനൽ മുസ്ലിമീന ഫി കുല്ലി മകാൻ. അല്ലാഹുമ്മ ഇൻസുർ ഇഖ്വാനൽ മുസ്ലിമീന ഫി كل مكان. اللهم انصر إخوان المسلمين في كل مكان. آمين آمين برحمتك يا أرحم الراحمين. اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين.